എനിക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് ഇന്നൊരു ഒന്ന് വളരെ സീറോയിൽ നിന്ന് ഒളിച്ചോടിപ്പോയ ഞാൻ റോഡിൽ കിടന്നിട്ടുള്ള ആളാ. ചവറിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിച്ചിട്ട് കുപ്പോയിൽ നിന്ന് ഭക്ഷണം വിശന്നിട്ട് ഞാൻ പോയി ഭക്ഷണം എടുത്ത് എനിക്ക് അത്രയും വിശപ്പ് താങ്ങാതെ ഞാൻ റോഡിൽ വേസ്റ്റ് കൊണ്ട് കളയുന്ന വേസ്റ്റ് ചെകഞ്ഞ് അതിൻ്റെ ചാക്ക് ചെകഞ്ഞ് പഴകിയ ഭക്ഷണം കഴിച്ച് വായെല്ലാം പൊട്ടി റോഡരികിൽ ആദ്യം അടയ്ക്കുന്ന കടത്തിണ്ണയിൽ കയറി കിടന്ന് ഉറങ്ങിയിട്ടുള്ള ആളാണ്. ആ ആളിൽ നിന്ന് ഇന്ന് എനിക്ക് ഇടാനുള്ളൊരു നല്ല വസ്ത്രം ലഭിക്കുക എന്നുള്ളത് തന്നെ വലിയ അതിൽ നിന്ന് അത്രയും ഒരു വലിയ സ്ട്രഗിൾ പക്ക തന്നെ സ്ട്രഗിൾ ചെയ്താണ് ഇന്ന് ഈ ഞങ്ങളുടെ മുമ്പിൽ ഈ. അപ്പൊ ഈ ഒരു ടൈമില് എത്ര ഇപ്പം അത് ആ ഒരു കമ്മ്യൂണിറ്റീനെ ആ നമ്മുടെ സൊസൈറ്റി കാണുന്നത് കൊണ്ടുണ്ടായ പ്രശ്നമാണ്. നിങ്ങൾ എത്ര നല്ലത് ചെയ്താലും അവർ ആ ഒരു ടൈപ്പാണ്, അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും അങ്ങനെയാണ് അവരുടെ വർക്ക്. അവരെ ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അവിടെ ഇറങ്ങി നിൽക്കും എന്ന് പറയുന്ന സമൂഹം ഇന്ന് നമ്മുടെ ചുറ്റുമുണ്ട്, ധാരാളം ഉണ്ട്. സോ ഇപ്പൊ നമ്മളിപ്പോ സംസാരിച്ചോണ്ടിരിക്കുക ചേച്ചി തന്നെ പറഞ്ഞു ഇതിന്റെ അടിയിൽ ഇഷ്ടംപോലെ കമന്റ്സ് വരും, പിന്നെ ഒത്തിരി പേര് നെഗറ്റീവ് പറയും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും നിങ്ങൾക്കിത് അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഈ മുന്നോട്ട് പോകുന്ന ഈ ഒരു സാഹചര്യത്തിലും ഈ ഒരു വളർന്നിരിക്കുന്ന ഈ ഒരു സമയത്തും ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് പറയുന്നവരോട് എന്താ പറയാനുള്ളത്? അവർ പറയട്ടെ പ്ലീസ്, അവർക്കൊരു പറയാനുള്ളൊരു സ്പേസ് കൊടുക്കണ്ടേ? നമ്മളായിട്ട് അങ്ങനെ ഒരു അവസരം കൊടുക്കുന്നത് നല്ലതല്ലേ? ഇല്ലെങ്കിൽ അവർ പ്രഷർ പിടിച്ച് നെഞ്ചു പൊട്ടിച്ചാവണമെങ്കില. പറയുന്നവരൊക്കെ പറയാനേ അറിയാളൂ മോളെ. ഈ പറയുന്നവരുടെ മുമ്പിലാണ് അന്തസ്സായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നത്. ഇനിയും അതേ ഉള്ളൂ, ഇതെൻ്റെ ലൈഫാണ്. നിങ്ങളവിടെ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് നേടാനുണ്ട്, ഇനി ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. അവിടെയൊക്കെ ഞാൻ എന്താ പറയുക എൻ്റെതായ രീതിയിൽ യാത്ര ചെയ്യും. അത് തിരുത്താൻ ആർക്കും പറ്റില്ല. അതായത് ഞാൻ മുമ്പ് ഞാനൊരു പറഞ്ഞൊരു വാക്കുണ്ട്, മീൻസ് തീയിൽ കുരുത്തതാണ് വെയിലത്ത് പാടില്ല എന്ന് എല്ലാവരും പറയുമ്പോൾ, പക്ഷെ ഞങ്ങൾ അങ്ങനത്തെ തീയിലല്ല, വലിയ നല്ല അടിപൊളി കനലിലത്ത് കുരുത്തതാണ്. അത് നിങ്ങളെപ്പോലെ ഓലപ്പാമ്പ് കാണിച്ചാലൊന്നും പറ്റില്ല. ഇതല്ല ഇന്ന് ഇപ്പോൾ അവർ പറയുമായിരിക്കും ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ, ഇതല്ല ഒരു ജോലിയിലെടുക്കട്ടെ, ഞാൻ അവിടേക്ക് ടോപ്പാവും. എത്താനുള്ളൊരു ആത്മധൈര്യം ജീവിതത്തിൽ നമ്മൾ എന്താണെന്ന് പറയുക, നമുക്കൊരു പക്വത എനിക്ക് ചെറുപ്പകാലത്തിൽ ഉണ്ടായിപ്പോയി. ഒരു 50 വയസ്സിൻ്റെ പക്വത ഇന്നത്തെ ഈ 10-40 വയസ്സിൽ ഞാൻ എത്തി നിൽക്കുമ്പോൾ ഈ പക്വത ഞാൻ 18 വയസ്സിൽ മുമ്പേ ഉണ്ടാക്കി എടുത്തിരുന്നു. അന്ന് കേട്ട അപമാനത്തിന് അത്രയൊന്നും ആവുന്നില്ല ഇന്ന് ഈ വന്ന് പറയുന്ന ചെറിയ ചെറിയ വേർഡുകൾ, ഈ ഇങ്ങനെ 9 ഇജടയെന്നോ അതോ ഇതൊന്നൊക്കെ പറയുന്നത്, അതൊന്നും അന്ന് മുഖത്ത് കേട്ടതിൻ്റെ അത്ര ആവുന്നില്ല. അപ്പോൾ ഇനിയും നമുക്ക് ചെയ്യാൻ ഒരുപാടുണ്ട്. എനിക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്. എൻ്റെ തൊഴിലിൽ ഒരുപാട് മേഖലകളുണ്ട്. നമ്മൾ പഠിച്ചിറങ്ങുന്ന എത്രയും സ്റ്റുഡൻസിൻ്റെ അധ്യാപികയാണ്. ഒരുപാട് മേഖലകളും ഓപ്പർച്യൂണിറ്റികളും ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്കും ഉണ്ട്. പറയുന്നവർ അവർ പറയുക, എൻ്റെ പ്രവൃത്തി കൊണ്ട് അവരെ തിരുത്താൻ കഴിയുമെങ്കിൽ ഞാൻ എൻ്റെ നല്ല പ്രവൃത്തി കൊണ്ട് തിരുത്തും. അത് എൻ്റെ ലൈഫിലൂടെ ആയിരിക്കും, അവരുടെ വീട്ടുപറമ്പിൽ പോയിട്ടല്ല. തീർച്ചയായിട്ടും. അപ്പോൾ പറയാനുള്ളവർ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. പറയാനുള്ളവർ ഒരു ഭാഗത്തുള്ളതുകൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ ഒരു പ്രചോദനവും കൂടിയാണ്.